സ്തോത്രം ചെയ്യുന്നു. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. യഹോവ താങ്ങിയതിനാൽ എഴുന്നേറ്റുമിരിക്കുന്നു പറയത്തക്കവണ്ണം. കഴിഞ്ഞ രാത്രി വേള സുഖകരമായ വിശ്രമത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയല്ലോ. അവിടുത്തെ വിരിക്കപ്പെട്ട ചെറം കീഴിൽ ഞങ്ങളെല്ലാം പരിപാലിച്ചു. കഴിഞ്ഞ രാത്രി വേളയിൽ നേരിടാമായിരുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, മഹാമാരികൾ, വിപത്തുകൾ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച്, പകർച്ചവ്യാധികൾ ഞങ്ങളെ വിടുവിച്ച് ഇന്ന് രാവിലെ സമയം ആരോഗ്യത്തോടെ കടന്നു വന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ തൊക്കെ ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുക. സ്തോത്രം. ഇന്ന് പകൽവേളയിൽ വിശുദ്ധ സഭയെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഞങ്ങളുടെ മധ്യം ഉണ്ടാകുകൊണ്ടയാക്കണം. ആത്മാവിന്റെ നിറവിൽ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അങ്ങേ ആരാധിപ്പാൻ ഇന്ന് പകൽവേള ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൊടിവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. യാത്രകളെല്ലാം കൂടുന്നതിനായി നന്ദി. കടന്നിലുള്ള പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടിവരുത്തണം. വഴിമധ്യേ സൂക്ഷിക്കണമേ. വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. ക്ഷേമത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ഉത്സാഹത്തോടെ താവേ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് രാവിലെ സമയം ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിച്ചറിവാൻ, അങ്ങയുടെ വലത്തു ഭാഗത്തെ പ്രമോദം ആസ്വദിച്ചറിവാൻ ഇന്ന് പകൽവേള ഞങ്ങളെ സഹായിക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ ദൈവം സഹായിക്കണം. ആത്മാവിൽ പാടി ആരാധിപ്പാൻ ബലപ്പെടുത്തും. ആത്മാവിൽ സൂക്ഷിപ്പാൻ സഹായിക്കും. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗം ഞങ്ങൾക്ക് നൽകുന്ന ഓർത്ത് സ്തോത്രം. നല്ല വചന ചിന്തകൾ ഞങ്ങൾക്ക് നൽകുന്ന ഓർത്ത് സ്തോത്രം. അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ഇതിൽ പങ്കാരായി തീരുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ. പുണ്യാഗ്രക്തത ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ മേശയിലേക്ക് കൈനീട്ടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപ പകരും. ശുശ്രൂഷകരെയും ബലപ്പെടുത്തും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. കർത്താവേ, ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മാവിന്റെ നിറവിൽ പാടി ഞങ്ങൾക്ക് ചേർന്ന് പാടി ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യും. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വർഗീയ പിതാവേ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. നാം വിമുക്തന്മാർ, ദൈവകൃപ ലഭിച്ചോർ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം എന്നുള്ള പഴയ പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിലെ സന്തോഷം ബലം നമുക്ക് യാവരും തൻ തിരുസന്നിധിയിൽ. യാഗിലെ സന്തോഷം ബലം നമുക്ക് യാവരും താൻ തിരുസന്നിധിയിൽ. ആത്മപൂർണരായ ദിനവും നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക. നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക. നാം വിമുക്തന്മാർ, ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. നാൾ തോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാൽ. നാൾ തോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാൽ. വന്ദനാം പിതാവിനെ നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം നന്ദിയോടെ സ്തുതിച്ചിടുക. വിമുക്തന്മാർ, ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ. നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടി
സന്തോഷിച്ചാനന്ദിച്ചാക്കുവാനാം താൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം വാൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു താൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം വാൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു കൃപ കൃപ എന്നാർത്തുകൊണ്ട് കൃപാസനത്തോടടുത്തിടുക കൃപാസനത്തോടടുത്തിടുക നാവിനുത്തന്മാർ ദൈവ കൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാക്കുക യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാക്കുക ഇന്നയോളം പ്രിയൻ താൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ ഇന്നയോളം പ്രിയൻ താൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ നാമമുയർത്തി മോദാം നന്ദിയോടെ സ്തുതിച്ചിടുക നാം നന്ദിയോടെ സ്തുതിച്ചിടുക ആമേ നാം മുക്തന്മാർ ദൈവ കൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാക്കുക ആമേ നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ കൃപാകരത്താൽ നാം നന്ദിയോടെ സ്തുതിച്ചിടുക നാം നന്ദിയോടെ സ്തുതിച്ചിടുക ഓ നാം വിമുക്തന്മാർ സന്തോഷിച്ചാനന്ദിച്ചാൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം വാൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു താൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം വാൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു കൃപ കൃപ എന്നാർത്തുകൊണ്ട് കൃപാസനത്തോടടുത്തിടുക കൃപാസനത്തോടടുത്തിടുക അവേ നാം മുക്തന്മാർ ദൈവ കൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാക്കുക ഇന്നയോളം പ്രിയൻ താൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ ഇന്നയോളം പ്രിയൻ താൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ സന്തോഷിച്ചാനന്ദിച്ചാക്കുക ആമേ നാവിനുത്തന്മാർ ദൈവ കൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാക്കുക യാഹിൽ
Thank you, Lord. Hallelujah. Hallelujah. Praise your master, Lord. We praise, we praise, we praise. Thank you, Lord Jesus. Praise your Lord Jesus. Oh, Rabala Hatunadi Alagadagoshes. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് തിരുമുഖം അന്വേഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ രാത്രിവേള നാം ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ക്ഷേമത്തോടെ ഇന്ന് പ്രഭാതവേളയിലും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ഇന്ന് പകൽവേളയിലെ വിശുദ്ധ സഭായക ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വലിയ ആത്മപകർച്ച നമ്മുടെ മധ്യ ഉണ്ടാകുവാൻ നാം കേവലം കടന്നു വന്ന് മടങ്ങിപ്പോയി എന്നല്ല, ഇന്ന് പകൽവേള കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചു നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി, വലിയ നന്മയായി, വലിയ അനുഗ്രഹമായി, ദൈവനാമത്തിന് മഹത്വമായി, പുകഴ്ചയായി തീരേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞവർ, സമപ്രായക്കാർ അനേകർ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെ ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. നമ്മുടെ ജീവിതയാത്ര ദൈവം കൂടിരുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ വിടുവിച്ചു, വാഹനങ്ങളെ നിയന്ത്രിച്ചു, ദോഷങ്ങളുടെ ഭാരങ്ങളൊക്കെ വിടുവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേളയിലെ കൂട്ടായ്മ എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരുവാൻ, നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത് നാം കേവലം വന്ന് മടങ്ങിപ്പോയി എന്നല്ല, വലിയ വിടുതലോടെ മടങ്ങിപ്പോകേണ്ടതിനായി സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ മടങ്ങിപ്പോകുവാൻ, ദൈവകൃപ പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന ശുശ്രൂഷകളുടെ ഗൃഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചവരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി ഞങ്ങൾക്ക് ദാനമായി തന്ന അങ്ങയുടെ വൻ കൃപകൾക്കായി, ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നല്ല ഞങ്ങളെ വിടുവിച്ചല്ലോ. ഹല്ലേലൂയ. ഇന്നത്തെ വിശുദ്ധ ആരാധനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടുവാൻ ദൈവം കൃപ തന്നു. സ്തോത്ര. ഹല്ലേലൂയ. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കൃപയോടൊന്നും കർത്താവേ, ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തെ ഒന്നും തടസ്സമായി നിൽക്കൽ നന്ദിയോടെ സ്തോത്രം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നല്ല സാക്ഷികളെ തെരുമാറാകണമേ. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ വചനങ്ങൾ നൽകി തെരുമാറാകണമേ. നല്ല സങ്കീർത്തനങ്ങൾ നൽകി തെരുമാറാകണമേ. തുടർന്ന് ദൈവത്തെ പാടി സ്തുതിപ്പ. ഹല്ലേലൂയ. ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. ഒരു കൂടി അടിയനെ താഴ്ത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സഹായിക്കുമാറാകണമേ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് ഒന്നിച്ച് ആനന്ദിപ്പാൻ ഹല്ലേലൂയ സഹായിക്കുമാറാകണമേ. ഒരു കൂടി അടിയനെ താഴ്ത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സകല മഹത്വം മാനോ പുകഴ്ച എടുത്താട്ടെ. വരവനായി ഒരുക്കണം, പ്രത്യാശ നിറയ്ക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 57-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 57, 57-ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും വസ്ത്രങ്ങളും നാവും മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു. അതിൽ അവർ തന്നെ വീണു. എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും,
ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരുമായുള്ളവരെ ഉരുവിൻ, ഞാൻ അധികാരത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയാകാശത്തോളും നിന്റെ വിശ്വസ്തത ചേർന്ന് പാടാം. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. അതെ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്ന നമ്മൾ, ഹല്ലേലൂയ, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ ആപത്തുകൾ കടന്നു വരുമ്പോൾ, അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ കടന്നു വരും, മനക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, ശത്രുത്വം വർദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭീഷണികൾ വർദ്ധിക്കുമ്പോൾ, അതിന് നടുവിലെല്ലാം നമ്മെ ഉദ്ധരിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, തന്റെ ചിറകിൻ കീഴിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവം. പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, നമ്മെ താങ്ങി നടത്തുന്ന നമ്മുടെ ദൈവത്തിന് ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, നമ്മെ ഇന്ന് വേള കൂട്ടിവരുത്തിയ, ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മെ കൂട്ടിവരുത്തിയ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചു, ഇത്രത്തോളം നമ്മെ നടത്തി. സ്തോത്രം, ഹല്ലേലൂയ. എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം, എത്ര വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമുക്കൊരിക്കൽ കൂടെ ഒന്നുകൂടെ പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാമല്ലോ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഇന്നയോളം എന്നെ നടത്തി, സമർപ്പണത്തോടെ ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, നന്ദിയോടെ അവനെന്നുമെന്നും മതിയായവൻ, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിഴിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, മനോഭാരത്താലഞ്ഞ് മനോവേദനയാ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശൈലിയിൽ എനിക്ക് വൈദ്യം, രോഗശൈലിയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടും വെയിലാതിൽ തണലുമാവൻ, എന്റെ യേശു എത്ര നല്ലവൻ,
ഓടും വെയിലാതിൽ കാണലുമാവേ എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും എന്നും മതിയായവൻ. ലോകശയ്യേ എനിക്കു വൈദ്യൻ, ശോകവേളയാശ്വാസകൻ. ഓടും വെയിലാതിൽ കാണലുമാവേ എന്റെ യേശു എത്ര നല്ലവൻ. ഓടും വെയിലാതിൽ കാണലുമാവേ എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും എന്നും മതിയായവൻ. നമുക്കെല്ലാറ്റിനും മതിയായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനിടയായല്ലോ. അല്പസമയം നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. സ്തോത്രം. ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമല്ലോ. അപ്പോസ്തലന്മാർ രാത്രി വേളയിൽ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ച് പാടി സ്തുതിച്ചപ്പോൾ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാലിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ ഇന്ന് പകൽവേള നാം ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ, പൈശാചികൻ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും ഇന്ന് പകൽവേള അഴിയപ്പെടുവാൻ, എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെടുവാൻ, രോഗങ്ങൾ മാറുവാൻ, ക്ഷീണങ്ങൾ മാറുവാൻ, ദൈവത്താല വിടുതൽ നാം ഇന്ന് പകൽവേള അനുഭവിച്ചറിയുവാൻ സന്തോഷത്തോടെ മടങ്ങി പോകത്തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ചേർന്ന് പാടി കരകളെ അടിച്ച് ദൈവത്തെ
ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. പാടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പാടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ. യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവേ നാഥൻ നല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം
Thank you, Lord Jesus. പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ സന്നിധാനത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. കടന്നു വന്ന സമയം ഒരു നിമിഷം വരെ ദൈവ സാന്നിധ്യം അനുഭവിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതിനായ സ്തോത്രം. അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചതിനായ സ്തോത്രം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയല്ലോ. നല്ല സങ്കീർത്തനം നൽകിയല്ലോ. ഇതിൽ കൂടെ ഞങ്ങളുടെ പെടണമേ. കർത്താവേ, ഞങ്ങൾ കടന്നു വന്ന് വിടുതലായി, അനുഗ്രഹമായി, നന്മയായി തിരുടയാക്കണം. തിരുനാമത്തിന് മഹത്വം പുകഴ്ചയുമാക്കി തീർക്കണം. ഞങ്ങൾ ആലോചിപ്പാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ചേർന്ന് പാടി ആലോചിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചതിനായ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ മാനിക്കണം. തിരുമേശം അനുഗ്രഹമാക്കി തീർക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത സമയത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കൊരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വ നിര, ദൈവസഭയുടെ എൽഡേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന യേശു രക്ഷാവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചിലവഴിപ്പാൻ നമുക്ക് ലഭിച്ച ഈ സമയം ഏറ്റവും വിലപ്പെട്ടതായി കരുതി, ഏറ്റവും അമൂല്യമായി കരുതി ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് നന്ദി പറയുവാനും ഇന്ന് പ്രഭാതത്തിൽ നമുക്കിടയായി തീരട്ടെ. പലവിധമായ പ്രതിസന്ധികൾ കൂടെ, ഭാരങ്ങൾ കൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം നമ്മുടെ പ്രിയപ്പെട്ടവരും കടന്നു പോകേണ്ടി വന്നു. എന്നാൽ കരുണയുള്ള ദൈവം നമ്മെ കാത്തത് നിമിത്തം ദോഷങ്ങളാലൊന്നും ഭവിക്കാതെ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വെളിപ്പെടുത്തി ദൈവം നമ്മെ സൂക്ഷിച്ചതോർത്ത് സ്തോത്രം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. സ്തോത്രം. മുടിഞ്ഞു പോകാതെ സ്തോത്രം ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽവേളയിലും ദൈവം നമ്മെ കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മളെല്ലാവരിലും പകർന്ന് നമ്മെ മാനിക്കട്ടെ എന്ന് ദൈവത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 57-ാമത്തെ സങ്കീർത്തനമാണല്ലോ എന്ന് രാവിലെ സമയം നാം പാടി ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനിടയായി. തന്നെ ദ്രോഹിക്കുന്നവരുടെ, പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാവീദിനെയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സങ്കീർത്തനമായിട്ട് താൻ ഇതിനെ നമുക്കിതിനെ പഠിക്കുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും തന്നെ ഉദ്ധരിക്കുന്ന, തകർക്കുവാൻ നോക്കുന്ന ശത്രുശക്തികളുടെ നടുവിൽ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, തകർന്നു പോകാൻ അനുവദിക്കാതെ തന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് താൻ ഉറപ്പിച്ച് ഈ സങ്കീർത്തനത്തിൽ കൂടെ പറയുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ദാവീദ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും തന്നെ തന്നെ ഉറപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ തലവാചകത്തിൽ തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം പാടുവാൻ ഇടയായതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ ഏൻ ഗതിയിലുള്ള ഗുഹയിൽ ശൗലിനെ പേടിച്ച് ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പാട്ട് പാടി എന്ന് വിശ്വസിക്കപ്പെടുന്നു. താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൽ തൻ്റെ ശത്രുക്കളെ ഉഗ്ര സിംഹങ്ങളായി കടിച്ചു കീറുവാൻ നോക്കി നിൽക്കുന്ന, കാത്തിരിക്കുന്ന സിംഹങ്ങളായിട്ട്
താൻ ഉപമിക്കുക. എന്നാൽ ആ അവസരത്തിലും ദൈവത്തിൻ്റെ ഇടപെടൽ തനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് താൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് പകൽവേള കേൾക്ക് ദൈവമക്കൾ ഓർത്തുകൊള്ളണം, എത്ര വലിയ ശത്രുക്കളുടെ മുമ്പിൽ അകപ്പെട്ടാലും, അതിൻ്റെ നടുവിൽ നിന്ന് എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും, അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ സങ്കീർത്തനക്കാരൻ നമ്മെയും പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി തന്നെ രക്ഷിക്കുമെന്നും തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമെന്നുമുള്ള ഉറച്ച വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. അത് ഈ സങ്കീർത്തനത്തിൽ കൂടെ താൻ വെളിപ്പെടുത്തുന്നുണ്ട്. തന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ശത്രുക്കളുടെ മുൻപാകെ തന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും താൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ആവർത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആവർത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ താൻ അകപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയുടെ, ആ പ്രതികൂല സാഹചര്യത്തിൻ്റെ സന്ദിഗ്ധമായ ഘട്ടം, താൻ അകപ്പെട്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യത്തിൻ്റെ ആ കാഠിന്യമായ ആ അനുഭവം താൻ ഇവിടെ വെളിപ്പെടുത്തി. കാരണം വേഗത്തിൽ എന്നെ സഹായിക്കണം. നമ്മൾ ഒരാളുടെ അടുക്കൽ ഒരു കാര്യത്തിന് പല പ്രാവശ്യം ആവശ്യപ്പെടുന്നത് അതിൻ്റെ അത്യാവശ്യ ഘട്ടങ്ങളിലാണ്, അതിൻ്റെ സീരിയസ്നെസ്സിന് ഉള്ളപ്പോഴാണ്. ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഹോവേ, ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം, ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യം അത്രമാത്രം കഠിനമായ, അത്രമാത്രം പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. അതിൻ്റെ നടുവിൽ എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരും. ചില നന്മകൾ നമ്മൾ പറയാറുണ്ട്, നിന്റെ ഒന്നും സഹായം എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് സാധിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ, അല്ലേ? പക്ഷേ മാനുഷികമായ അങ്ങനെയുള്ള ചിന്തകളും സംസാരങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ, അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. നമ്മൾ മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ആ സന്ദർഭത്തിലാണ് പറയുന്നത്, ഞാൻ നോക്കട്ടെ എന്ന്. ഇന്ന് പകലുള്ള ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ആർക്ക് നമ്മെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും, ആർക്ക് നമ്മെ വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും, നമ്മെ വിടുവിപ്പാൻ വല്ലഭനായ, സഹായിപ്പാൻ കഴിവുള്ള, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ താങ്ങുവാൻ, നമുക്ക് ഉദ്ധരിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ അല്ലെങ്കിൽ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല ദൈവം. നാം അവന്റെ കുറുപ്രാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആരും സഹായിപ്പാനില്ലാത്ത അവസ്ഥയിലും നമ്മെ സഹായിപ്പാൻ ഒരുവനുണ്ടുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതെ, താൻ ആവർത്തിച്ച് പറയാം, എന്നോട് കൃപയുണ്ടാകണം, എന്നോട് കൃപയുണ്ടാകണം. ഏത് സമയം വരെ ഈ ആപത്തുകൾ, ഇപ്പം ഏത് സമയം വരെയാ ഈ ആപത്തൊഴിഞ്ഞിട്ടൊരു സമയമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ദാവീദിന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വന്നു, പ്രതിസന്ധി കടന്നു വന്നു. സ്തോത്രം. ഈ ഒരിക്കൽ ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടിയതാ. കൊന്നു കളയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ദാവീദ് കയറി പാർത്ത അതേ ഗുഹയിൽ തന്നെ ശൗലും കയറി പാർത്തു. പക്ഷേ അന്ന് കൊന്നു കളയാൻ സാഹചര്യം ഉണ്ടായിട്ടും ദൈവത്തിലുള്ള ഭയനിമിത്തം, അഭിഷേകത്തിന്റെ തൈലം തന്നിൽ വീണത് നിമിത്തം, ശൗലിന്മേൽ വീണതാണെന്നുള്ള ആ ചിന്തയോടുകൂടെ, സ്തോത്രം, ദാവീദ് ശൗലിനെ വിട്ടിട്ട് പോകുകയാണ്. പക്ഷേ ദാവീദ് ഒരു കാര്യം ചെയ്തു, ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുത്തു. സ്തോത്രം. എന്നിട്ട് പിന്നത്തേതിൽ തന്നെ അത് പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുത്തതിന്റെ കാരണം, ഇല്ലെങ്കിൽ ശൗല് പറയും, നീ പറയുന്ന ചുമ്മാതാ, വെറുതെയാ. അപ്പൊ തെളിവിനായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്
ചെയ്തൊരു പരിപാടിയാണ്. പണ്ട് നമുക്കറിയാമല്ലോ, തെറ്റൊന്നും ചെയ്യാറ്റിട്ടും യോസഫിന് നേരെ പൊത്തിഫേറിന്റെ ഭാര്യ ഒരു വസ്ത്രവും പിടിച്ചോണ്ട് വന്നു. തെളിവാണല്ലോ വലുത്. വിഷയം എങ്ങനെയായിരുന്നാലും തെളിവാണ് വലുത്. ബഹുമാനപ്പെട്ട കോടതികൾ പോലും തെളിവിനെയാണ് ആധാരപ്പെടുത്തുന്നത്. യാതൊരു വിധത്തിലും തെറ്റിപ്പോകാൻ കഴിയാത്ത വിധത്തിലുള്ള തെളിവ് കോടതിക്ക് മുൻപ് ഹാജരാക്കിയാൽ സത്യം അല്ലെങ്കിൽ പോലും ആ തെളിവിനെ ആശ്രയിച്ച് ആ വ്യക്തിയെ കുറ്റക്കാരെന്ന് വിധിക്കും. ഇവിടെ ശൗലിനും ദാവീദും ശൗലിനോട് ചെയ്തതാ. തെളിവിനായിട്ട് അല്പം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അത് തെളിവിന് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടെ പിന്നത്തേതിൽ പശ്ചാത്തപിക്കുകയാണ് ഇടയായത്. പശ്ചാത്തപിച്ചു. അതാണ് ഒരു നല്ല ഹൃദയം. എങ്ങനെയുള്ളതാ? പശ്ചാത്താപമുള്ള ഹൃദയമാണ് നല്ല ഹൃദയം. അങ്ങനെയുള്ള വ്യക്തികളാണ് നല്ല വ്യക്തികൾ. എന്റെ പകൽവേളനെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചെയ്തു പോയതിനെ കുറിച്ച് പശ്ചാത്താപം ഉണ്ടാകണം. ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഒരുപക്ഷെ ശരിയായിരിക്കാം, ചെയ്തത് ശരിയായിരിക്കാം. പക്ഷേ ആ ചെയ്ത കാര്യത്തിന്റെ സ്തോത്രം, അതിലുള്ള ഒരു സ്തോത്രം, ആ വിഷയത്തിന്മേൽ ചെയ്ത ശരിയാണെങ്കിൽ കൂടെ അതിന്മേലൊരു ന്യായം ഒളിച്ചിരിപ്പുണ്ട്. സ്തോത്രം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അത് എന്താ കാരണം എന്നറിയാമോ? സ്തോത്രം, ഈ അഭിഷേക തൈലം ഇവന്റെ വസ്ത്രത്തിൽ കൂടെ വീണതാ. ഇവന്റെ തലയിൽ ഒഴിച്ച അഭിഷേകം സംഗീതത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അഹരോന്റെ തലയിൽ വീണ അഭിഷേക തൈലം വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഒഴുകുന്നത്, താടിയിൽ കൂടെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഒഴുകി വരുന്നതായ അഭിഷേക തൈലം. അപ്പോൾ ദൈവം ഒരുവനെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ആ അഭിഷേക തൈലം അവനിൽ ഉണ്ടെങ്കിൽ, അഭിഷേകം അവന്റെ മേലുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവന്റെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചതാണെങ്കിൽ കൂടെ സ്വർഗം അതിനെ, സ്തോത്രം, ദൈവസന്നിധാനത്തിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ സ്വർഗം അതിനെ നീതീകരിക്കുമെങ്കിലും, സ്തോത്രം, അവനെ നീതീകരിക്കുമെങ്കിലും ചെയ്ത തെറ്റ്, സ്തോത്രം, അതിന് പശ്ചാത്തപിക്കാത്ത കാലത്തോളം അതിന് ക്ഷമയുണ്ടാകത്തില്ല. നമ്മൾ ചെയ്തത് ശരിയായിരിക്കാം, പക്ഷേ ആ ചെയ്ത കാര്യത്തിന്മേൽ ദൈവത്തിനൊരു നീതീകരണം ഇല്ലെങ്കിൽ, സ്തോത്രം, നാം ചെയ്തത് അത് നീതിയായിട്ട് പോകയില്ല. ദാവീദ് ഇവിടെ ചെയ്ത ആ വിഷയം താൻ ചെയ്തത് ന്യായമാണെങ്കിലും തെളിവിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ പിന്നത്തേതിൽ പശ്ചാത്തപിച്ചു. അങ്ങനെ ഒരു നല്ല ഹൃദയത്തിന് ഉടമകളാകണം നമ്മൾ. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെ നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എവിടെല്ലാം വീഴ്ചകൾ തനിക്ക് സംഭവിച്ചോ അവിടെ എല്ലാം പശ്ചാത്താപം ഉണ്ടായിരുന്നു. ഞാൻ മടക്കി വരട്ടെ. പറഞ്ഞു വന്നത്, ഞാൻ നിന്നെ എപ്പോഴും ശരണം പ്രാപിക്കുന്നു, ആപത്തുകൾ ഒഴിഞ്ഞു പോകും വരെ, ആപത്തുകൾ ഒഴിഞ്ഞു പോകും വരെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ദൈവത്തെ ശരണം പ്രാപിക്കാത്ത ദിവസങ്ങളില്ലെന്ന്, സ്തോത്രം, താൻ ഇപ്പോൾ ഇവിടെ പഠന ആ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. സ്തോത്രം. ഇനി താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്ന ഭാഗം, എന്നെ വിഴുങ്ങുവാൻ ശത്രു ധിക്കാരം കാട്ടുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ശത്രു എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന അവന്റെ ധിക്കാരമാണെന്ന്. അവന്റെ ധിക്കാരം കൊണ്ടാണ് എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നത്. ഒരുപക്ഷെ അധികാരത്തിന്റെ ആ സ്തോത്രം, ആ പവർ കൊണ്ടോ, ആ ശക്തി കൊണ്ടോ, സ്ഥാനത്തിന്റെ ശക്തി കൊണ്ടോ, ഹല്ലേലൂയ, ഒരുപക്ഷെ വിരോധമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ശൗലിന് അതെല്ലാം കഴിയും. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്നെ വിഴുങ്ങുവാൻ അവൻ ധിക്കാരം കാട്ടുമ്പോൾ, അധികാരത്തിന്റെ ഗർവ് കാട്ടുമ്പോൾ, നീ സ്വർഗത്തിൽ നിന്ന് അവനേക്കാൾ വലിയ അധികാരിയായ, ശൗലിനേക്കാൾ വലിയ അധികാരിയായ, ശൗൽ എന്ന രാജാവിനേക്കാൾ വലിയ രാജാവായ, ശൗലിനെ അഭിഷേകം ചെയ്തകൾ രാജാവായിട്ട് കൊണ്ടുവന്ന അല്ലെ മഹാനായ രാജാവ്, അല്ലെ രാജാതി രാജാവായ അങ്ങ്, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ഉറപ്പാ, എന്നെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്.
അഭിഷേകത്തിന്റെ തൈലം വീണ ദൈവവൈതലേ, അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, ശത്രുത്വം വർദ്ധിക്കട്ടെ, പ്രതിസന്ധികൾ വർദ്ധിക്കട്ടെ, പീഡകൾ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിനക്കെതിരെ ഉയരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും, ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളുടെ നടുവിലും ദൈവ സ്വർഗത്തിൽ നിന്ന് തന്റെ വിടുതൽ, തന്റെ പ്രവൃത്തി അയച്ച് അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. നമ്മിങ്ങനെ വായിക്കുന്ന സംഗീതത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, അവരെ പരിഹസിക്കുന്നു. എന്താ? സ്തോത്രം. നീ ചെയ്യാൻ പോകുന്നതും ഫലവത്താകുന്നില്ല. ശത്രുവിനോട് പറയാം, തൻ്റെ ജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിനോട് പറയാം, നീ എന്തൊക്കെ വിചാരിച്ചെന്ന് വന്നാലും, എത്രയൊക്കെ അധ്വാനിച്ചെന്ന് വന്നാലും, സ്തോത്രം, എൻ്റെ ജനത്തെ തൊടുവാൻ നിനക്ക് കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭാഗങ്ങളൊക്കെ വിടുക, മുമ്പോട്ട് പോകട്ടെ. അവസരം തൻ്റെ കൈ നീട്ടി അവനെ രക്ഷിക്കും. എൻ്റെ പ്രാണസിംഹങ്ങളുടെ ഇടയിൽ, സ്തോത്രം, അഗ്നി ജ്വലിക്കുന്ന അവരുടെ നടുവിൽ തന്നെ കിടക്കുന്നു. പോകട്ടെ. അടുത്ത വാക്ക് തന്നെ ശരിക്കും മറ്റൊരു ഭാഗമുണ്ട്. അത് 6-ാം വാക്യവും 7-ാം വാക്യവും. സ്തോത്രം. അവൻ എൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ശത്രു ഒരുക്കിയിരിക്കുന്ന വല കണ്ടിട്ട്, ഒരുക്കി വെച്ചിരിക്കുന്ന കെണി കണ്ടിട്ട് ദാവീദിന്റെ മനസ്സിടിഞ്ഞു. അതേ ദാവീദ് അടുത്ത വാക്യത്തിൽ പറയും, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ പറയുക, മനസ്സിടിഞ്ഞിരിക്കുന്നു പറയുന്ന ദാവീദ് തന്നെ പറയുന്നു, അതെ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. സ്തോത്രം. എന്താ കാരണം? സ്വർഗത്തിൽ നിന്ന് കര നീട്ടുന്ന ഒരുവനുണ്ട്. എന്നെ രക്ഷിപ്പാൻ കര നീട്ടുന്ന ഒരുവനുണ്ട്. എന്റെ രക്ഷയ്ക്കായി എഴുന്നേറ്റ് വരുന്ന ഒരുവനുണ്ട്. എന്റെ മനസ്സിടിഞ്ഞിരിക്കുമ്പോ, എന്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, ആ ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട്, ആ ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട്, അത് എന്റെ മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് ഉറച്ചിരിക്കുക. എന്താ ഉറച്ചിരിക്കുന്നത്? അത് ദൈവനെ വിടുവിക്കുമെന്നുള്ള ബോധ്യം. നമുക്ക് വളരെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, മനസ്സിന് ശാന്തി നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹൃദയം ഹല്ലേലൂയ ഒരുപക്ഷെ ചഞ്ചലിച്ച് അല്ലെങ്കിൽ തളർന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്നെ തകർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. നിന്റെ മനസ്സിടിഞ്ഞ് നീ തകർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. അല്ലെങ്കിൽ നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നിന്നെ ഉറപ്പിക്കുന്ന ദൈവം. 46 സംഗീതകാരമായി പറയുന്നത് എങ്ങനെയാണ്? പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീഴട്ടെ, അതിന് വെള്ളം ഇരച്ചു കലങ്ങട്ടെ, എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു ധൈര്യമുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽവേള ഉറപ്പ് പ്രാപിച്ചിട്ട് വേണം കടന്നു പോകാൻ. സ്തോത്രം. തകർന്നു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ നീ തകർന്നു പോകാൻ അനുവദിക്കാതെ, ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാതെ, അല്ല നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന, നിന്റെ മനസ്സിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കാണേണ്ടത്, തളർത്തിക്കളയുന്ന ശത്രുവിനെ അല്ല കാണേണ്ടത്. നിന്റെ മനസ്സിടിച്ച് കളയുന്ന ശത്രുവിന്റെ വാക്കുകളെ അല്ല കേൾക്കേണ്ടത്. നിന്റെ ഹൃദയത്തെ തളർത്തിക്കളയുന്ന ശത്രുവിന്റെ വാക്കുകളെ അല്ല നീ കേൾക്കേണ്ടത്. പിന്നെയോ നിന്നെ ഉറപ്പിക്കുന്ന ദൈവ ശബ്ദം. ഞാൻ നിന്നെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഉദ്ധരിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ഉറപ്പിക്കട്ടെ. നടക്കത്തില്ല, നിന്നെ കൊണ്ട് കഴിയില്ല. സ്തോത്രം. നീ പ്രതീക്ഷിക്കുന്ന പോലെ നന്മ നിനക്കുണ്ടാകില്ല, നീ തകർന്നു പോകും എന്ന് ശത്രു നിന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ ഇത് കേട്ട് തളർന്നു പോകരുത്. ഉറപ്പിക്കുന്ന ദൈവം അപ്പുറത്ത് പറയാ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം വായിക്കണ്ട, 14-ാം അധ്യായത്തിൽ. സ്തോത്രം. ശത്രു പറയുന്നത് എന്താ? ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ ആശ അവനാൽ പൂർത്തീകരിക്കും. പക്ഷെ ദൈവം അപ്പുറത്തിരുന്നെന്ന് പറയാ, നീ പിന്തുടരത്തുമില്ല, നീ പിടിക്കത്തുമില്ല, നിന്റെ ആശ നശിച്ചു പോകും. ഇന്ന് പകൽവേള ധൈര്യപ്പെടും. ആരെങ്കിലും മനസ്സ് ഇടിഞ്ഞിരിക്കുന്നെങ്കിൽ, മനസ്സ് വ്യാകുലപ്പെടുന്നെങ്കിൽ, തളർന്നിരിക്കുന്നെങ്കിൽ, നാളെ എന്താകുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നെങ്കിൽ, നാളത്തെ ദിവസത്തെ കുറിച്ച് വ്യാകുലപ്പെട്ടു പോകണ്ട.
അല്ല നിനക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അല്ല മനസ്സിടിഞ്ഞു പോകരുത്, തളർന്നു പോകരുത്. ശത്രു ഒരുപക്ഷെ പരാജയത്തിന്റെ വാക്കുകളായിരിക്കും നിന്നോട് പറയുന്നത്. നിന്റെ സഹപ്രവർത്തകർ, നിന്റെ വീട്ടിലുള്ളവർ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ മനസ്സിടിയുന്ന വാക്കുകളായിരിക്കാം ഒരുപക്ഷെ നിന്നോട് പറയുന്നത്. അവർ അങ്ങനെയായിരിക്കും നിന്നെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പകൽ ഓർത്തുകൊള്ളണമേ, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടാ നമുക്ക് കാര്യമുള്ളത്. മനസ്സിടിഞ്ഞു പോകല്ലേ, ധൈര്യപ്പെട്ടു പോകല്ലേ. അപ്പൊ പറ, എന്റെ ദൈവം എന്നെ ഉറപ്പിക്കുന്ന ദൈവമാണെന്ന്. എന്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കുമെന്ന്, എന്റെ ദൈവത്താൽ ഞാൻ ശത്രുവിനെ ജയിക്കുമെന്ന്, എന്റെ ദൈവത്താൽ ഞാൻ അതിന്മേൽ വിജയം പ്രാപിക്കുമെന്ന് പറ. ധൈര്യത്തിന്റെ വാക്കുകളാകട്ടെ പറയുന്നത്. സംശയത്തിന്റെ വാക്കുകൾ പറയുക ശത്രു ഹൃദയത്തിൽ പറയുമ്പോൾ പറ, ഇല്ല ഞാൻ ജയിക്കും, ഇല്ല ഞാൻ പരാജയപ്പെടത്തില്ല, ഇല്ല നിനക്കെന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല, ഇല്ല നിനക്കെന്നെ തളർത്തിക്കളയാൻ കഴിയില്ല. സ്തോത്രം. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, എന്റെ ദൈവത്താൽ ഞാൻ ജയിക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ ഹൃദയം നിർഭയമായി വസിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തോട് പറ. അല്ല പിശാചിനോട് പറ, ദൈവത്തോട് പറ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. പിശാചിനോട് പറ, നീ അല്ല ജയിക്കത്തില്ലെന്ന്. സ്തോത്രം. പിശാചി പറ, നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നീ ഭയപ്പെട്ടു പോകല്. പിശാചി കാണിക്കുന്ന ഓലപ്പാമ്പ് കണ്ട് ഭയപ്പെട്ട് വിറച്ചു പോകല്ല. സ്തോത്രം. അവന്റെ ശക്തിയെ കാൽവറിയിൽ തകർത്തവനാ നമ്മുടെ ദൈവം. പിശാചിന്റെ ശക്തിയെ കാൽവറിയിൽ തകർത്തവനാ നമ്മുടെ ദൈവം. പിശാചിനെ കാൽവറിയിൽ ഹല്ലേലൂയ തകർത്ത ദൈവത്താൽ നമുക്ക് അവനെ ജയിക്കാൻ കഴിയുമെന്ന് ധൈര്യത്തോടെ പറ, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. എന്റെ വിഷയത്തിൽ ഞാൻ വിടുതലേറ്റെടുക്കും, എന്റെ പ്രശ്നത്തിൽ ഞാൻ പരിഹാരം കണ്ടെത്തും, എന്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകും. ദാവീദ് പറയും, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു പറയുന്ന അതേ ദാവീദ് പറയുന്നു, അതേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. സ്തോത്രം. മനസ്സ് ഉറച്ചിരിക്കുന്നവനെ പാടാൻ കഴിയത്തുള്ളൂ, മനസ്സ് ഉറച്ചിരിക്കുന്നവനെ കീർത്തനം പാടാൻ കഴിയുള്ളൂ. സ്തോത്രം. ദാവീദ് പറയാ, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. സ്തോത്രം. ഇന്ന് പകൽ വേള എത്ര പേര് ഒക്കെ കഴിയും? മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ തന്നെ പാടാൻ എത്ര പേർ കഴിയും? മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ തന്നെ എത്ര പേർ പറയാൻ കഴിയും എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു? സമാധാനം നഷ്ടപ്പെടുത്താൻ ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ, സമാധാനം കെടുത്തിക്കളയുന്ന വാക്കുകൾ നമുക്ക് നേരെ ഉച്ചരിക്കുമ്പോൾ, സ്തോത്ര സ്വസ്ഥത കെടുത്തിക്കളയുമ്പോൾ, ചില വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇന്ന് പകൽ വേള അല്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, അതെ എന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തെല്ലാം പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ നേരെ ആഞ്ഞടിച്ചാലും അതിന് നടുവിൽ എന്നെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ആ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ ദൈവഹൃദയം ഉറച്ചിരിക്കട്ടെ. നമ്മെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് ഓർത്തിരിക്കാം. പ്രാരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് വാക്യം പ്രസ്താവിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. Our children will come forward for the Bible recitation. Come on. Praise the Lord. 2 Corinthians 5 verse 17. Therefore, if anyone is in Christ, he is a new creation. Old things have passed away. Behold, all things have become new. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽവേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ദൈവം കൂട്ടിവരുത്തി. ഈ കഴിഞ്ഞ ആഴ്ചകൾ ദിനങ്ങളൊക്കെ ദൈവമായ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ അത്ഭുതമായി സൂക്ഷിച്ചു. അവരുടെ സ്കൂൾ ജീവിതത്തിൽ ദൈവം കൂട്ടിരുന്നു, അവരെ വഴി നടത്തി. രോഗപ്രയാസങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിച്ചല്ലോ. ഇന്ന് പകൽവേള ആരോഗ്യത്തോടെ കൂട്ടിവരുത്തി ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു, നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപ ചെയ്തു. അവരെ തുടർന്ന് ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ കരം നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ കർത്താവേ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഓരോ ദിവസം മുന്നേറുവാൻ ദൈവം സഹായിക്കണം. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം അവരെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. രോഗദുഃഖാദികളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിച്ചതിനായ സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽവേള കടന്നു വന്ന് തിരുവചനം പ്രസ്താവിപ്പാൻ അവർക്ക് കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. ദൈവം അവരെ സഹായിക്കണം. വരും ദിനങ്ങളിലും കർത്താവിന് ഹല്ലേലൂയ പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി നിലനിൽക്കത്തവണ്ണം ദൈവം അവരെ അനുഗ്രഹിച്ച് ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയമായ ജ്ഞാനവും ഭൗതികമായ ജ്ഞാനവും ഒക്കെ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പിതൃപുത്ര പരിശുദ്ധ ആവാൻ ത്രിയേക ദൈവത്തിൻ്റെ നാമം ചൊല്ലി സഭയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുകയാക്കണം. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യത്തിനായി സമയം ഉയർത്തി. വീണ്ടും ദൈവസഭയുടെ മുമ്പാകെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം കൂടെയിരുന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് സ്വർഗത്തിൽ നിന്നും കരുനീട്ടി രക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നാട്ടിലായിരുന്നപ്പോഴൊക്കെയും കാലുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്ന് അമ്മച്ചിയെ ശുശ്രൂഷിപ്പാനൊക്കെയും ദൈവം ആരോഗ്യവും ബലവും തന്നതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളുടെ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവദാസനെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥന നാട്ടിലായിരുന്നപ്പോൾ വളരെയധികം ഹല്ലേലൂയ അത് കോട്ടയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും ദൈവകാര്യങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വാക്യം വായിക്കാം. ഇന്ന് വായിച്ചു കേട്ടതുപോലെ, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്നും കൈനീട്ടി എന്നെ രക്ഷിക്കും. ആമേൻ. സ്തോത്രം. സഹോദരന്മാർ, കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന ഈ പാസ്റ്ററും കുടുംബത്തോടും ബാക്കിയുള്ള സഹോദരി സഹോദരന്മാരുടെ എല്ലാവരോടും ഒന്നിച്ചുകൂടി പ്രാവശ്യം കൂടി എനിക്കും മാത്രപ്രതിവാനും ദൈവസാക്ഷിയായ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വിഷയം പറയാൻ വേണ്ടിയാണ് എഴുന്നേറ്റത്. മോളിപ്പം എൻ്റെ മോൾ +2 പഠിക്കുന്നു. അവിടെ സ്നാനമാണ്. അടുത്ത ഈ സൺഡേയിൽ രാവിലെ 8:30 പറഞ്ഞു. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പേരെന്ന് പറയാം. ബാബു. ബാബു. കർത്താവ് സഹായിക്കട്ടെ. നാം കേട്ട സാക്ഷ്യവാചകങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രിയ ആനിമാമ നാട്ടിൽ കടന്നുപോയി ക്ഷേമത്തോടെ മടങ്ങിയെത്തേണ്ടയായി ദൈവം തുറന്നും കുടുംബായവരെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ജോസാൻ ഒരു പ്രാർത്ഥനാ വിഷയം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റർ പ്രകാശിൻ്റെ മകൻ ന്യൂമോണിയയാൽ ഭാരപ്പെട്ട് ആയിരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രിയ പൈതലിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബാബുച്ചൻ ഓർപ്പിച്ച വിഷയം കേട്ടല്ലോ. തൻ്റെ മകൾ സ്നാനപ്പെടുവാനായിട്ട് ഇന്ന് സ്നാനം നടക്കുകയാണ്. ആ സ്നാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തുറന്നുള്ള നാളുകളിൽ ആ പ്രിയ പൈതൽ ഒരു ദിവസം അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. നമ്മുടെ പ്രിയ ഷാരോനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവൾക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരങ്ങളൊക്കെ അറിയുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. കാലിൻ്റെ അല്പമായി കാലനക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി. ദൈവം പൂർണ്ണമായി പ്രിയ പൈതലിനെ വിടുവിക്കേണ്ടതിനായിട്ട് നാം ആ വിഷയം ഓർത്ത് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇവിടുന്ന് കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ കാലിന് ചലനം ഇല്ലാതെ ഇരുന്നൊരവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ
അല്പാൽപമായ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണമായി വിടുതൽ പൈതലിന് കൊടുക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സുമി സിസ്റ്ററും കാലിൻ്റെ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നു. ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ പ്രിയ സഹോദരൻ സാമുവൽ തോമസ് 10-ാം തീയതി ഇവിടെ മടങ്ങി വരുന്നു. തൻ്റെ മടക്കയാത്രയെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശാരീരികമായി യാതൊരു ദോഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ പൊന്നച്ചാനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പൂർണ്ണമായി സൗഖ്യവും ആരോഗ്യം ബലവും ഒക്കെ നൽകേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച വിഷയങ്ങളാണ്. നമ്മുടെ പ്രിയ സഹോദരൻ ബിജു സമയലിൻ്റെ മാതാവിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരൻ ജേക്കബ് വർഗീസിൻ്റെ ജ്യേഷ്ഠന് വേണ്ടി നാം പ്രാർത്ഥിച്ചു. വീണ്ടും തനിക്കൊരു അറ്റാക്ക് ഉണ്ടാകുവാനിടയായി. വളരെ പ്രയാസത്തിൽ കൂടെ പ്രിയ സഹോദരൻ കടന്നു പോകുന്നു. പൂർണ്ണമായി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ സാം ഫിലിപ്പിൻ്റെ ജ്യേഷ്ഠനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഓർത്ത് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവം അത്ഭുതകരമായി ഈ ദിവസങ്ങളിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ പ്രിയ ഭവനങ്ങൾ, ചില ഭവനങ്ങളൊക്കെ ദുഃഖത്തിൻ്റെതായ അവസ്ഥകൾ കൂടെ കടന്നുപോയി. ദൈവം അവരെ ആശ്വാസത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം പിന്നെ അവരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവസന്നിധാനത്തിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസഭയുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ക്രിസ്തുയേശുവിൽ കൂടി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പരംപിതാവാൻ ദൈവമേ, അപ്പോൾ ഈ രാവിലെ സമയത്ത് അങ്ങ് പാടി സ്തുതിപ്പാൻ ഹാലലിയ, അങ്ങ് ആരാധിപ്പാൻ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹാലലിയ, കർത്താവിന് മഹത്വം. ഹാലലിയ, അനുകരിക്കപ്പെട്ട ഗാനങ്ങളെ ആലപിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഹാലലിയ, ഇന്നയോളം ഞങ്ങളെ നടത്തി, ഇന്നയോളം ഞങ്ങളെ പുലർത്തി. ഹാലലിയ, എൻ്റെ യേശു എത്ര നല്ലവൻ, ഹാലലിയ, എത്ര വല്ലവൻ. ഹാലലിയ, അങ്ങേ പാടി സ്തുതിപ്പാൻ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഹാലലിയ, പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ, ഹാലലിയ, ആരാധിക്കുമ്പോൾ വിടുതൽ. ഹാലലിയ, ഹാലലിയ, കർത്താവേ, ഹാലലിയ, അങ്ങേ സ്തുതിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹാലലിയ, അങ്ങയുടെ മധ്യത്തിൽ കടന്നു വന്ന് ഹാലലിയ, കർത്താവേ, ഹാലലിയ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. കൂട്ടി വരുന്ന അങ്ങയുടെ ജനത്തിനായി അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഹാലലിയ, ഹാലലിയ, അങ്ങയുടെ ജനം കർത്താവ്. ഹാലലിയ, കർത്താവേ, ഇത് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഹാലലിയ ആവശ്യത്തോടെ ദൈവസന്നി കടന്നു വന്നു. ഹാലലിയ, കർത്താവേ, ആ വിഷയത്തിൽ മധ്യ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ തൊക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹാലലിയ, സങ്കീർത്തനത്തിൽ കർത്താവേ, ഹാലലിയ, അങ്ങയുടെ ദാസന് ഹാലലിയ, ഹാലലിയ, കർത്താവേ, സംസാരിപ്പാൻ ഇടയായല്ലോ. ഹാലലിയ, ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഹാലലിയ, ഹാലലിയ, അങ്ങ് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഹാലലിയ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവാണ്. ഹാലലിയ, അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഹാലലിയ, അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഹാലലൂയ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഹല്ലേലൂയ, യെസ് ലോർഡ്. ഹല്ലേലൂയ, ഞങ്ങളുടെ മൈറ്റി ഹാൻഡ്. ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വെളിപ്പെട്ട. ഹല്ലേലൂയ, ഞങ്ങളെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന അങ്ങയുടെ ദയയ്ക്കായി. ഹല്ലേലൂയ, അങ്ങയുടെ ദയയും വിശ്വസ്തതയും ഞങ്ങൾക്ക് അയക്കുന്നവയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഇടിഞ്ഞിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, മനസ്സിടിഞ്ഞിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, ഞങ്ങളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ, ഞങ്ങളെ ഉറപ്പിച്ച ശമ്പല ദീപല ബൗഡ ശൈഡരകതല ബൗഡരമ. ഹല്ലേലൂയ, അങ്ങയുടെ ദയയ്ക്കായി. ഹല്ലേലൂയ, അങ്ങയുടെ ദയ ആകാശത്തോളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതായിരിക്കാൻ. ഹല്ലേലൂയ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, കർത്താവിന്റെ കരത്തിൽ ഞങ്ങളെ പിന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രിയ മാതാവ്, ഹല്ലേലൂയ, പ്രിയ മാമയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നാട്ടിൽ കടന്നു പോകാൻ ക്ഷേമത്തോടെ, ഹല്ലേലൂയ, അവിടെ ആയിരിക്കാൻ ദൈവകൃപ അനുഭവിപ്പാനും മാതാവിനെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവകൃപ പകർന്നല്ലോ കർത്താവ്. ഹല്ലേലൂയ, പിന്നെയും കർത്താവേ, ഹല്ലേലൂയ, മാതാവിനെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കണമേ. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരുടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരത്തിൽ ഹല്ലേലൂയ അവരെ വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, പ്രിയ ബാബുനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മകളെ കർത്താവേ, സൺഡേ ഹല്ലേലൂയ, അങ്ങയുടെ കൽപ്പനയായ സ്നാനം സ്വീകരിപ്പാൻ. ഹല്ലേലൂയ, അങ്ങയോട് ചേരുവാൻ. ഹല്ലേലൂയ, അങ്ങേ ധരിപ്പാൻ. ഹല്ലേലൂയ, കർത്താവേ, തീരുമാനമെടുത്തിരിക്കുന്ന ആ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി നടപ്പാൻ. ഹല്ലേലൂയ, അന്ത്യത്തോളം വിശ്വസ്തരായി. ഹല്ലേലൂയ, വിശ്വസ്തയായി. ഹല്ലേലൂയ, മകൾ ആയിരിക്കാൻ തൊക്കണം. പഠനത്തിലൊക്കെ ദൈവത്തിന്റെ കൃപേനെപ്പാൻ തൊക്കണം. ഹല്ലേലൂയ, ദൈവമേ, അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, കർത്താവേ, പ്രിയ പ്രകാശ് പാസ്റ്ററിന്റെ ഹല്ലേലൂയ മോഹനുവിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യൂമോണിയാൽ ഭാരപ്പെടുന്നല്ലോ. ഹല്ലേലൂയ, അങ്ങയുടെ വചനം അയച്ച് സൗഖ്യമാക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ കരത്തിൽ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പ്രിയ ശാരോൺ മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ, കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ കരം അങ്ങ് വെളിപ്പെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലം, ഹല്ലേലൂയ, വല്ലഭത്വമുള്ള കരം, ഹല്ലേലൂയ, വീര്യം പ്രവർത്തിക്കുന്ന കരം കർത്താവ്. ഹല്ലേലൂയ, പൈതലിനെ തുടരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കാലിന് കൊടുത്ത മൂവ്മെന്റ്സിനായി സ്തോത്രം. പിന്നെ കർത്താവ്, ഹല്ലേലൂയ, പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുവാൻ. ഹല്ലേലൂയ,
ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സുമി സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ലേശം ദൈവം വിടുവിക്കണമേ. ഹല്ലേലൂയ. വചനം വായിച്ച് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സാമുവേൽ ബദറിനായി, ബാബു ബദറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താദാസനും കർത്താവ് ഹല്ലേലൂയ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ സൗഖ്യത്തിനായി ബലത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. 10-ാം തീയതി മടങ്ങി വരുന്നുള്ള നാഥ. ഹല്ലേലൂയ. മടക്ക യാത്രയിലെ ദൈവത്തിന്റെ കൃപയും പരിപാലനം അനുഭവിപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, തന്റെ ജോലിയിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിക്കണമേ കർത്താവേ. ദൈവകൃപയിൽ അങ്ങ് പൊതിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. പ്രിയ പൊന്നച്ചനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താദാസനും കർത്താവ് ഹല്ലേലൂയ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ എവിടെയാക്കണമേ. പൂർവ്വസ്ഥിതിയിലേക്ക് ദൈവം മടക്കി വരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. പ്രിയ ബിജു സാമുവേൽ ബ്രദറിന്റെ ഹല്ലേലൂയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാസിയോട് ദൈവം കരുണ തോന്നണമേ. വാർദ്ധക്യം അറിയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കുകയും ചുമന്ന് വിടുവിക്കും ഞങ്ങളുടെ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അങ്ങ് പൊതിയുന്നവയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ജോക്കബ് ബ്രദറിന്റെ ഹല്ലേലൂയ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ കർത്താവേ ഹല്ലേലൂയ അറ്റാക്ക് ഉണ്ടാകാൻ ഇടയായല്ലോ കർത്താവ്. ഹല്ലേലൂയ. അങ്ങയുടെ വചനം അയച്ച കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ ദാസനെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ വിനു ഫിലിപ്പ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗക്കിടക്കെ മാറ്റിവരിക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം. അങ്ങയുടെ വചനം കർത്താവെ അയച്ച കർത്താവ്. ഹല്ലേലൂയ. കർത്താവേ വിടുതൽ കൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാഥ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാന ഹല്ലേലൂയ കുടുംബങ്ങൾ പകരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സമാധാന സർവ്വബുദ്ധിയും കഴിയുന്ന ദൈവ സമാധാനത്താൽ പ്രിയപ്പെട്ടവരൊക്കെയും കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു നാഥ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞവരെ ഹല്ലേലൂയ പറയാത്തവരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ വേദനകൾ ഭാരങ്ങൾ ഹല്ലേലൂയ എല്ലാം മാറി ഹല്ലേലൂയ ദൈവത്തെ സന്തോഷിപ്പാൻ ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിപ്പാൻ ഹല്ലേലൂയ അങ്ങയുടെ ജനത്തെ ഞങ്ങൾ ഇടയാക്കുന്നവയ്ക്കായി സ്തോത്രം. തുറന്നു നടക്കുന്ന ഹല്ലേലൂയ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ ദാസനെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ വചന ശുശ്രൂഷിപ്പാൻ തക്കണം ഹല്ലേലൂയ അങ്ങ് അധികാരപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നില കേൾപ്പിച്ച് അങ്ങ് അനുകരിക്കട്ടെ വചനം ഞങ്ങൾ കേൾപ്പിക്കാൻ ഇടയായി. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ദീപല ബൗഡ ഷൈഡരകദല ബൗഡ ശംബല ബൗഡരവ ഹല്ലേലൂയ. സാത്താനുള്ള കൂടാരത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ സിംഹാസനത്തിൽ വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ വിശ്വസ്തരായി നിൽപ്പാൻ, ദൈവകൃപയിൽ നിൽപ്പാൻ, നാമം നിഷേധിക്കാതെ നിൽപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. യെസ് ഹല്ലേലൂയ എന്ന സങ്കീർത്തനം പോലെ ഹല്ലേലൂയ ദൈവ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചന ശുശ്രൂഷ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. ദൈവകൃപ ഞങ്ങൾ മേൽ പകരണമേ. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അത് 60-100 മേനിയായി വെളിയുവാൻ തക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി കാത്തിരിപ്പാൻ ശംബല ബൗഡരവ ഷൈഡരകദല ദൈവമേ ഞങ്ങളെ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്തൃമേശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ അതിൽ കൈനീട്ടുവാൻ തൊക്കണം. ഞങ്ങളെല്ലാവരും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ആരാധന കർത്താവേ ഹല്ലേലൂയ ശുശ്രൂഷകളെല്ലാം കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ നാമ മഹത്വത്തിനായി തരുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവകൃപയെ അനുഭവിപ്പാൻ തക്കണം കർത്താവേ. ഞങ്ങളെ എല്ലാവരും ദൈവം സഹായിക്കുന്നവയ്ക്കായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥനയുടെ വയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു തന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ടവർ ദയവായി മൈക്ക് അടുത്ത് പിടിച്ച് സംസാരിക്കണം. ഇവിടെ ഈ ഫീഡ്ബാക്ക് എനിക്ക് ശരിക്കും കിട്ടുന്നില്ല. എന്താണെന്ന് നിങ്ങൾ പറയുന്ന പോലെ പല സന്ദർഭങ്ങളിലും എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയാത്ത അനുഭവമുണ്ട്. ഈ ഫീഡ്ബാക്ക് കുറവായതുകൊണ്ടും നിങ്ങൾ പറയുന്ന മൈക്ക് അടുത്ത് പിടിച്ച് സംസാരിക്കാത്തത് കൊണ്ട് ശരിക്കും ക്യാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവായി സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ടവർ മൈക്ക് അടുത്ത് പിടിച്ച് സംസാരിക്കാൻ ഉത്സാഹിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. ഞാറ് വളർന്ന കതിരായപ്പോൾ കളയും കാണായിരുന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും. 2 കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കണം എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഇഹലോകവാസത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ
ബന്ധത്തിലായിരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ കൂടിയ തൻ്റെ ജനത്തെ പല ഉപമകൾ പറഞ്ഞ് ഓരോ വിഷയങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ ഇടയായി. അങ്ങനെ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞ ശേഷം, അതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്ത ശേഷം, അടുത്തതായിട്ട് ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ പറയുന്നതായി കാണാൻ കഴിയും. ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വിത്ത് വിതയ്ക്കുന്ന, നമുക്കെല്ലാവർക്കും അറിയാം, വിതയ്ക്കുവാൻ പോയ വിതക്കാരൻ്റെ ഉപമ. രണ്ടാമതായി പറയുന്ന ഉപമ ഗോതമ്പിൻ്റെയും കളയുടെ ഉപമയാണ്. താഴോട്ട് പല ഉപമകൾ യേശു കർത്താവ് തൻ്റെ അടുക്കൽ കൂടിയ ജനത്തോട് പറയുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പല കാര്യങ്ങൾ ഓർപ്പിച്ച് അതിനെ വിശദീകരിക്കും. അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കണം. കാരണം ഏത് സമയത്തും ശത്രു കള വിതയ്ക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഏത് സമയത്തും വരാം. ഏറ്റവും സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് രാത്രി തുടങ്ങുന്ന മുതൽ പ്രഭാതം അടുക്കുന്നത് വരെയുള്ള സമയങ്ങളിലാണ് കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത്. പകൽ സമയത്തും മോഷണം നടക്കുന്നിടമുണ്ട്. ഇവിടെ ശത്രു വന്ന സമയം രാത്രിയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കള വിതച്ചിട്ട് പോകുമ്പോൾ എന്തോ ചെയ്യാനാ? അതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സുബോധമുള്ളവരായിരിക്കും. ഇന്ന് പലർക്കും ബോധവും ഇല്ല, സുബോധവും ഇല്ല. അത് ഉറങ്ങിക്കിടക്കുമ്പോൾ അത് മാത്രമല്ല, ഉണർന്നിരിക്കുമ്പോഴും പലർക്കും ഇല്ല. എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും പലർക്കും ഇന്നും ബോധമില്ല. അങ്ങനെ ഒരു കാരണം സുബോധമില്ലാത്തതുകൊണ്ട്. പ്രത്യേകിച്ച് ദൈവമക്കളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവത്തിന് വചനം പറയാം, ആകാത്ത ഒരു സംസാരം പോലും നമ്മുടെ വായിൽ നിന്നുണ്ടാകാൻ പാടില്ല. എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് കള വിതച്ചിട്ട് പോയാൽ എന്താ ചെയ്യാനാ? കർത്താവ് പറയാം, നിങ്ങൾ ഉണർന്നിരിക്കണം. കാരണം എന്താ? ഏത് സമയത്താണ് ഇവൻ വന്ന് അവൻ്റെ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്തുനിന്ന് ജയിക്കേണ്ടതിന് നിങ്ങൾ, ഞാൻ അതിനിങ്ങനെ പറയാം, നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. അതിനെ ഞാൻ മാറ്റി എഴുതുകയല്ല, ഞാൻ മറ്റൊരു വിധത്തിൽ അതിനൊരു വിശദീകരണം തരിക. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. നിങ്ങൾ അറിയുന്നവരാ. അതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയുന്നവരാ പിശാചിൻ്റെ തന്ത്രങ്ങൾ. അപ്പം ഞാനിത് അറിഞ്ഞില്ല എന്ന് പറയാനൊക്കത്തില്ല. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലാത്തത് കൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. ഇതെല്ലാം പറയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കർത്താവ് ഇതൊക്കെ പറയുന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യം. മുൻഭാഗത്തെ അതിനെ അധികരിച്ച് അതിൻ്റെ അവിടെ തുറന്ന് വരികയാണ്. സ്വർഗരാജ്യം എങ്ങനെയാണ്? നല്ല വിത്ത്, നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ച സാദൃശ്യം. എന്നാൽ ഈ മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്നു, തക്ക നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ? അതിനുള്ള ആപ്റ്റായിട്ടുള്ള സമയം നോക്കിയിരിക്കുകയായിരുന്നു ശത്രു.
തൻ്റെ പദ്ധതി വിജയിച്ചെടുക്കാനുള്ള സമയത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അവൻ കാത്തിരുന്ന സമയം നമ്മൾ എന്ത് ചെയ്തു? അപ്പം നമ്മൾ ആ സമയത്ത് ഉണർന്നിരുന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഈ വിത്ത് വിതച്ച മനുഷ്യൻ ശത്രു കള വിതയ്ക്കാൻ വരുന്ന സമയം മനസ്സിലാക്കി ഉണർന്നിരുന്നെങ്കിലോ, പല നഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാം. ഇല്ലേ? പല നഷ്ടങ്ങളും ഉണ്ടാകത്തില്ല. പല കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിശദീകരിക്കാം. ഇവിടെ നല്ല വിത്ത് വിതച്ചിട്ട് പോയി. വിതയുടെ കുഴപ്പമൊന്നുമല്ല, വിത്തിൻ്റെയും പ്രശ്നമല്ല. നിലം നന്നായിട്ട് ഒരുക്കി ആ നിലത്ത് നിന്ന് നീക്കിക്കളയേണ്ടതെല്ലാം നീക്കിക്കളഞ്ഞ് നിലം ഒരുക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം എങ്ങനെയാണ് നിലം ഒരുക്കുന്നത്. ഈ നിലം ഒരുക്കാൻ അല്പം പ്രയാസം. ഒരു ദിവസം കൊണ്ടൊന്നും നിലം ഒരുക്കാൻ ഒക്കത്തില്ല, ദിവസങ്ങളെടുക്കും. അറിയാവുന്ന പ്രായമുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിലം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല, കര എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. കാരണം അതിനെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട്, അവർക്ക് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പണ്ട് നമുക്കറിയാമല്ലോ, നോഹയുടെ കാലത്ത് മഴ എന്താണെന്ന് അറിയത്തില്ല. മഴ പെയ്യാൻ പോകുന്നു പറഞ്ഞു. മഴ പെയ്യാൻ പോകുന്നു, നിങ്ങൾ രക്ഷപ്പെടാൻ ഒരുങ്ങിക്കോണം. ഇത്രയും മുന്നറിയിപ്പ് കൊടുത്തിട്ട് അവർക്ക് രക്ഷപ്പെടാനൊരു ആഗ്രഹം ഇല്ലായിരുന്നു. കാരണം ഒന്ന്, അവർക്ക് അറിവുകേടുണ്ടായിരുന്നു. ഈ മഴ അതുവരെ എങ്ങനെയായിരുന്നു? നിലത്ത് നിന്ന് മഞ്ഞ് പൊങ്ങി നിലച്ചിരുന്ന അല്ലല്ലേ? മഞ്ഞ് വന്ന് എന്ത് ചെയ്തു? വീട്ടിൽ പോയി ആ ഭാഗം വായിച്ചു. നിലം നനച്ചിരുന്നു. പക്ഷെ മഴ എന്താന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഇവർക്കറിയാത്തൊരു കാര്യം അവരോട് പറഞ്ഞപ്പം അവർ വിചാരിച്ചെന്താ? ഈ വലിയപ്പന് പ്രാന്ത് പിടിച്ചിരിക്കുക, എന്തോ വട്ട് പിടിച്ചിരിക്കുക, എന്തോ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പുലഭ്യം പറയുക, എന്തൊക്കെയോ വിളിച്ചു പറയുക. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ നിലം ഒരുക്കുന്നത് ഇച്ചിരി പണിപ്പെട്ട കാര്യമാണ്. ഈ ഏകദേശം 2 പ്രാവശ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ നിലം ഒരുക്കിയെടുത്ത് വിത്ത് വിതച്ചോ ഞാറ് നട്ടോ നമ്മൾ കൃഷി ഇറക്കുന്നത്. ഒന്ന് പറയുന്ന പൊടിയിലിടുക എന്ന് പറയും. അത് ഏകദേശം ഉണക്കുള്ള സമയമൊക്കെയാണ്. അത് വലിയ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പൊടിയിലിടുന്ന ആ ഭാഗം ഒത്തിരി പ്രശ്നമാണ്, പ്രയാസമുള്ളതാണ്. കാരണം ഈ നേരത്തെ ഉഴുതു മറിച്ചിട്ടിരിക്കും, ഈ കട്ടയൊക്കെ ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസം. ഇതുപോലെ ചില വിശ്വാസികളെ ഉടച്ചെടുക്കാൻ ഇത്തിരി പ്രശ്നമാണ്, പ്രയാസമാണ്. ചിലരൊക്കെ ഉടച്ചെടുക്കാൻ വലിയ പ്രശ്നമാണ്. ഒരു പ്രാവശ്യം തട്ടുമ്പോൾ അപ്പുറത്തോട്ട് പോകും, അപ്പുറത്ത് തട്ടുമ്പോൾ ഇപ്പുറത്തോട്ട്. ഇത് പഴയ ആൾക്കാർക്കേ അറിയത്തുള്ളൂ ആ നില അങ്ങനെ ഒതുക്കിയെടുക്കുന്നത്. ചിലത് എത്ര അടിച്ചാലും ഉടയാത്തതുണ്ട്. ഉടയപ്പെടാത്ത കാലത്തോളം ഒരു നന്മയും അവിടേക്ക് വരത്തില്ല. മനസ്സിലായി കാണും. അവിടെ തിരുവനന്തപുരം മറ്റു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങിപ്പോകുന്നു, കെട്ടുപോകുന്നു, ഞെരുങ്ങിപ്പോവാ. എന്താ കാരണം? ഉടയുന്നില്ല, കട്ട ഉടയുന്നില്ല. കട്ട ഉടയാത്തത് കൊണ്ട് ഈ വിത്ത് അതിന്റെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യാ? ഞെരുങ്ങിപ്പോകുക. ഇതുപോലെ എത്ര അങ്ങോട്ട് വിതച്ചാലും, എത്ര അങ്ങോട്ട് നല്ല വിത്തൊക്കെയാ, നല്ല പതിവാ, പക്ഷേ ഈ ഹൃദയം ഉടയ ഇച്ചിരി പ്രയാസമാണ്, ഇച്ചിരി പ്രയാസമാണ്. പല ഹൃദയങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു ഹൃദയം കല്ലുപോലുള്ള ഹൃദയം, കല്ലുപോലുള്ള ഹൃദയം. ഇതിനെ എത്ര അടിച്ചാലും ഉടയത്തില്ല, എത്ര വചനം ചെന്നാലും ഇത് ഉരുകത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഇരിപ്പ് ഇരുന്നാൽ അവിടെ അങ്ങ് ഇരിക്കും, പക്ഷേ ഉടയപ്പെടുന്ന ഒരു ദിവസം വരും. അപ്പൊ ഈ കട്ടകളുടെ ഇടയിൽ ഈ വിതച്ച വിത്ത് കെട്ടുപോകുക, ഞെരുങ്ങിപ്പോകുക. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഈ വചനം ക്രിയ ചെയ്യണമെങ്കിൽ
ഈ വചനം അതിന്റെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഉടയ്ക്കപ്പെടാനൊന്ന് തയ്യാറാകണം, ഉടയ്ക്കപ്പെടാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകൽവേള എത്ര പേര് അതിന് തയ്യാറാകും? വചനത്തിന്റെ കുഴപ്പമല്ല, പ്രസംഗത്തിന്റെ കുഴപ്പവുമല്ല, പക്ഷേ ഒരുക്കപ്പെടാത്തതിന്റെ കുഴപ്പമാണ് ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകാത്തത്, ജീവിതത്തിൽ നന്മ പ്രാപിപ്പാൻ കഴിയാത്തത്, ഒരുക്കപ്പെടാത്തതിന്റെ തടസ്സമാണ്. ഒരുക്കപ്പെടാൻ തയ്യാറാണോ? നന്മ തരണമേ, വിടുവിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? സ്തോത്രം, ഒരുക്കപ്പെടാൻ തയ്യാറാകാത്തത് കൊണ്ട്. ഇന്ന് പകൽവേള ഹൃദയം ഒരുക്കപ്പെടാൻ തയ്യാറാണോ? ഹൃദയം ഉടയ്ക്കപ്പെടാൻ തയ്യാറാണോ? ചില ദൈവപ്രവർത്തി നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തും. ചില നന്മകൾ നിന്റെ മേൽ വരും, ചില നന്മകൾ നിന്റെ മേൽ വരും. അത് ഉടയ്ക്കപ്പെട്ട് ആ വിത്ത് വളരുവാൻ പാകപ്പെടുത്തി കൊടുത്താൽ അത് 30, 60, 100 മേനിയായി വിളയും. ക്ഷാമമുള്ള ദേശത്ത് ഈ ഇസാക്ക് വിതച്ചു, എന്തുണ്ടായി? 100 മേനി വിളഞ്ഞു. എന്താ കാരണം? സ്തോത്രം, അവിടെ അതിന് കൊടുക്കേണ്ട എല്ലാ കൃമികളും കൊടുത്ത് താൻ വിത്ത് വിതച്ച്, ഒരുക്കി വിത്ത് വിതച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത നന്മ, മറ്റുള്ള വയലുകൾ ഉണങ്ങിപ്പോയപ്പോ, മറ്റുള്ള വയലുകൾ ഫലം കൊടുക്കാതിരുന്നപ്പോൾ, ക്ഷാമകാലത്ത് 100 മേനി വിളഞ്ഞെങ്കിൽ ഇന്ന് പകൽവേള രാവിലെ ദൈവസ്ഥലം കടന്നു ദൈവമക്കളെ ഉടയപ്പെടാൻ തയ്യാറാണോ? ഒരുക്കപ്പെടാൻ തയ്യാറാണോ? നീ അറിയാത്ത ചില നന്മ നിന്റെ മേൽ വരുമെന്നുള്ള സംശയമില്ല. സ്തോത്രം. ഈ നിലം ഒരുക്കാൻ ഇച്ചിരി പ്രശ്നമാണ്, പ്രയാസമാണ്. ഒരുക്കുന്നവനും പ്രശ്നമാണ്. ഈ കട്ട പിടിച്ചിരിക്കുന്ന ഈ നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന ഈ കട്ടയിലോട്ട് ചവിട്ടുമ്പോഴേ കാലെന്തോ വേദനയാണെന്നറിയോ? ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്തോ വേദനയാണെന്നറിയോ? എവിടെ നിന്ന് അങ്ങോട്ട് പ്രസംഗം ഘോരഘോരം പ്രസംഗിക്കുക, ഏറ്റെടുക്കുന്നില്ല. അല്ലല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് പ്രസംഗിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എത്ര വചനം അങ്ങോട്ട് ഇടിച്ചു കയറിയാലും ഇത് എന്റേതല്ലെന്നാ പറയുന്നത്. അടുത്തിരിക്കുന്നവരെന്നാ, അടുത്തിരിക്കുന്നവക്കനാ. അല്ലല്ലോ, വചനം നിനക്കാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്ക. അത് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഏറ്റെടുക്ക. ഇത് കേട്ടിട്ട് പുറത്തു വായിച്ച് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് പുറത്തുപോയി പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഓർത്തുകൊള്ളണം, നീ പിടിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, നീ പിടിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, നീ പിടിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തെറ്റിപ്പോകാൻ കഴിയത്തില്ല, തെറ്റി മാറിപ്പോകാൻ കഴിയില്ല. അപ്പൊ ഈ നിലം ഒരുക്കുമ്പോൾ ഈ കട്ടയൊക്കെ ചവിട്ടി അടിച്ചുടയ്ക്കും. ഈ മൺവെട്ടി കൊണ്ടാണ്, മൺവെട്ടി വെട്ടി ഉടയ്ക്കും, മാടുകൊണ്ട് അടിക്കും. ഈ വെട്ടി ഉടയാത്തതിനെ മാടുകൊണ്ട് അടിക്കും. മനസ്സിലായി കാണും. വായ്ത്തലയുടെ ഭാഗം കൊണ്ട് വെട്ടി ഉടയ്ക്കുമ്പോൾ ചിലത് അത്ര വെട്ടിയാലും അത് ഉടയത്തില്ല. പിന്നെ എന്ത് ചെയ്യും? തിരിച്ചൊരടിയുണ്ട്, തിരിച്ചൊരു പിടി വെക്കും. അതിന് മാടുഭാഗം കൊണ്ട് അടിക്കും. അപ്പോൾ ഉടയാത്ത ഓടിക്കും. മാടുഭാഗം കൊണ്ട് അടി വരാതെ സൂക്ഷിച്ചോണം. ഒരുക്കപ്പെടാൻ പറയുമ്പോൾ ഒരുക്കപ്പെട്ടാൽ, ദൈവങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ടാൽ വിടുതല. ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചു, ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നത് ഭയങ്കരം. ദൈവത്തിന്റെ ദൈവം കരം വെച്ച് അല്ല വെക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കരത്തിലോട്ടങ്ങ് വീണ് കൊടുക്കാമോ? അപ്പൊ ഇത് അടിച്ചുടച്ച് ഇത് കഴിഞ്ഞിട്ടൊന്ന് ലെവലാക്കിയിട്ട് വിത്ത് പൊടിയിലിടും. ഇടയ്ക്കിടയ്ക്കൊന്ന് കൊത്തി 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 1, 2 വിത്ത് വീതം ഇട്ടിട്ട് പോകും. സ്തോത്രം. അങ്ങനെ ഒരുക്കപ്പെട്ട ഭൂമിയിൽ ഈ വിത്തങ്ങോട്ട് ഇടിയുമ്പോൾ, പൊടിയിലിടിയെന്നാ പറയുന്നത്. സ്തോത്രം. അതങ്ങോട്ട് നല്ല ഫലം പുറപ്പെടുവിക്കും. സ്തോത്രം. അടുത്തതിന് ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പോകാം, മുമ്പോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഒരുക്കപ്പെട്ട, ഞാൻ പറഞ്ഞു നിലത്തിന്റെ കുഴപ്പമൊന്നുമല്ല, ഈ വെള്ളത്തിൽ ഉള്ള ഒരു വിതയുണ്ട്, ഞാറനടിയിലുമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ആ ചെയ്യുന്ന ആ കൃഷി സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ കളയൊക്കെ ഉണ്ടെങ്കിൽ വാരിയാൻ കളയും. വാരിക്കളഞ്ഞ് അത് നില വൃത്തിയാക്കും. ഇല്ലെങ്കിൽ ചെയ്യുന്ന വേറൊരു പണിയുണ്ട്, ചവിട്ടി താഴ്ത്തും. വാരിക്കളയൊക്കാത്ത ചിലതിനെയൊക്കെ എന്ത് ചെയ്യും? ചവിട്ടി താഴ്ത്തും. അതിനടുക്കി കിടന്ന് എന്ത് ചെയ്യും? അഴുങ്ങിപ്പോവും. സ്തോത്രം. വാരിക്കളയേണ്ടത് വാരിക്കളഞ്ഞോണം. വാരിക്കളഞ്ഞില്ലെങ്കിൽ ചവിട്ടി താഴ്ത്ത ദിവസം വരും. സ്തോത്രം.
ഞാൻ അവിടെയും വിടുക. അപ്പം അങ്ങനെ നന്നായിട്ട് നിലമൊരുക്കി, അവിടെ എങ്ങനെ പറയുന്നത് എന്താ, നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ച മനുഷ്യനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഇതെല്ലാം വിതച്ച ശേഷം മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ എന്ത് ചെയ്തു? ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ തന്നെ കള വിതച്ചത്. അത് ഇതെല്ലാം വളർന്നു വന്നു, ഞാറും വളർന്നു, കതിരായപ്പോൾ കളയും കാണുന്നത്. ഇത് വളർന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാ പിന്നെ കള കണ്ടത്. ഈ വിത്ത്, ഈ നെല്ലൊക്കെ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഗോതമ്പ് ഇതൊക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില കള വളർന്നു വരുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അറിയത്തില്ല. നല്ല വിത്താണോ നല്ല ഞാറാണോ അതോ കളയാണോ എന്ന് അറിയില്ല. എപ്പോഴാണ് അറിയുന്നതെന്നറിയാമോ? ഇത് പൂത്തു വരുമ്പോഴാണ്. അപ്പോഴേക്കും എന്ത് ചെയ്യും? കതിരായി കഴിയും. ഈ കതിരായി കഴിഞ്ഞിട്ട് ഈ കള എന്ന് പറയും. ചില ഈ കള പറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഏകദേശമൊക്കെ അറിയാം. അവരിങ്ങനെ പരുതി പോയി കളയൊക്കെ അവർ പറിച്ച് കളയുന്നിടത്ത്. പക്ഷെ ചില വിത്തുകളുടെ വേരുകളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചില കളകളുണ്ട്. ആ കള പറിക്കാൻ പോയാൽ പ്രശ്നം. എന്താ കാരണം എന്നറിയാമോ? ആ കള പറിക്കുമ്പോൾ നല്ല വിത്ത് ഞാറും കൂടെ എന്ത് ചെയ്യും? വിത്ത് കൂടെ പിഴുതുപോരും. അതുണ്ടാകാതിരിക്കാനാ യജമാനൻ പറഞ്ഞ എന്താ, ഈ കള വളർന്നു വരുന്നത് കണ്ടിട്ട് ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ യജമാന്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലേ നമ്മൾ വിതച്ചത് നല്ല വിത്താ, പക്ഷേ കള എവിടെ നിന്ന് വന്നു? അപ്പം യജമാനന് മനസ്സിലായി ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ? ഈ കളയൊക്കെ ഞങ്ങളൊന്ന്, അവർ പറഞ്ഞത് സ്വാഭാവികമായിട്ട് നല്ല കാര്യമാണ്. ഈ കളയും ഞാറും കൂടെ ഒരുമിച്ച് വളർന്നു വന്നാൽ ഞാറിനെ ശോഷിപ്പിച്ച് കളയും, അതിനെ വളർച്ച അല്പം മുരടിപ്പിക്കും. ഈ നല്ല ഞാറിനുള്ള ഇടുന്ന വളം കൂടെ എന്ത് ചെയ്യും? ഈ കള എടുക്കും. ഈ കള എടുത്തിട്ട് നല്ല വിത്തിനെ കൂടെ അത് ശോഷിപ്പിച്ച് കളയും. അതുകൊണ്ട് ഈ കളയങ്ങ് പറിച്ച് കളയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ യജമാൻ എന്താ പറഞ്ഞത്? ഇല്ല, കള പറിക്കുമ്പോൾ ഒരുപക്ഷെ ഗോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. രണ്ടും കൂടെ എന്ത് ചെയ്യട്ടെ? കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാൻ ഞാൻ പറയും. ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ പ്രവേശിക്കും. സ്തോത്രം. കൊയ്ത്തുകാലം ഉണ്ട് മുമ്പിലൊരു കൊയ്ത്തുകാലുണ്ട്. കളയെ സ്തോത്രം നല്ല വിത്തിൻ്റെ കൂടെ ഞാറിൻ്റെ കൂടെ വളർന്നു വാ. പക്ഷേ കൊയ്ത്തിൻ്റെ ഒരു ദിവസം വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? മുൻപേ കള പറിച്ചു കളയും. ഇപ്പം പറിക്കാൻ പോയാൽ നല്ല വിത്തും കൂടെ നല്ല ഞാറും കൂടെ പിഴുതു പോകും. ചില സഭകളിലും ഉണ്ട് ഇതുപോലെ, അല്ലേ? നല്ലതുണ്ട്. ചിലതിനെ പറിക്കാൻ തുടങ്ങിയാൽ നല്ലതും കൂടെ അതുകൂടെ പറിക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ചിലപ്പോഴൊക്കെ മൗനമായിട്ടങ്ങ് ഇരുന്നു പോകും. അതുകൊണ്ട് ഇന്ന് പകൽവേള കേൾക്കുന്ന ഓർത്തുകൊള്ളുക, സ്തോത്രം, നല്ല വിത്തായിരിക്കണം നമ്മൾ, ഫലം കൊടുക്കുന്ന നല്ല വിത്ത്. ഇനി ഇതെന്താ പറയാൻ കാരണം എന്നറിയാമോ? പിശാച് നിങ്ങളെ എന്ത് ചെയ്യരുത്? പരാജയപ്പെടുത്തി കളയല്ലേ. നല്ല വിത്തിൻ്റെ കൂടെ കളയും കൂടെ വളർന്നു വന്നു. പക്ഷേ വിളവെടുക്കുന്ന സമയം മുൻപേ കളയെ പറിച്ചു കളയും. സ്തോത്രം. അതിനുശേഷം നല്ല വിത്ത് കളപ്പുരയിലേക്ക് ശേഖരിക്കും. ഇത് പറഞ്ഞിട്ട് പറയാം. ഇതെല്ലാം പറഞ്ഞിട്ട് കാരണം എന്നറിയാം, നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഇന്ന് പകൽവേള എത്ര പേര് അതിന് തയ്യാറാവും? പിശാച് എൻ്റെ മേൽ അധികാരം നടത്താതെ വേണം. എൻ്റെ നന്മയെ കെടുത്തി കളയാതെ, എൻ്റെ നന്മയെ തകർത്ത് കളയാതെ, എൻ്റെ നന്മയെ ഊറ്റിക്കൊണ്ടു പോകാതെ, എൻ്റെ നന്മയെ വലിച്ചു കൊണ്ടുപോകാതെ, എൻ്റെ അനുഗ്രഹങ്ങളെ വലിച്ചു കൊണ്ടുപോകാതെ, നഷ്ടപ്പെടുത്തി കളയാതെ, സ്തോത്രം, ശത്രു എൻ്റെ മേൽ ജയം കൊള്ളാതെ ഞാൻ ഉണർന്നിരിക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കും? പിശാചിന് ഞാൻ അവസരം കൊടുക്കുകയില്ലെന്ന് എത്ര പേര് തീരുമാനിക്കും?
അവൻ എൻ്റെ മേൽ അധികാരം നടത്തുവാൻ, എൻ്റെ നന്മയെ അവൻ അപകരിച്ചു കൊണ്ടുപോകുവാൻ, എൻ്റെ നന്മയെ അവൻ പിടിച്ചു പറിക്കുവാൻ ഞാൻ അനുവദിക്കില്ലെന്ന് എത്ര പേരിന്ന് പകൽവേള തീരുമാനമെടുക്കും? ഇന്ന് പകൽവേള ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അല്ലെങ്കിൽ ശത്രു എൻ്റെ മേൽ കള വിതറുവാൻ അനുവദിക്കണം. നല്ല വിത്ത് എൻ്റെ മേൽ വിതയ്ക്കപ്പെടുവാൻ, സ്തോത്രം, നല്ല വിത്തായി ഞാൻ തീരുവാൻ, കളയായി തീരാതെ നല്ല വിത്തായി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. സുബോധമുള്ളവരായിരിക്കട്ടെ, ഉണർന്നിരിപ്പാനിടയാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പിശാച് ഏത് സമയത്താണ് തൻ്റെ ആക്രമണം നമ്മുടെ മേൽ അഴിച്ചുവിടുന്നത് നമുക്കറിയില്ല. തൻ്റെ പദ്ധതികൾ നമ്മുടെ മേൽ നടപ്പിൽ വരുത്താൻ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ നാം ഉണർന്നിരുന്നാൽ ശത്രുവിൻ്റെ പദ്ധതികളുടെ മേൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. ശത്രുവിൻ്റെ പദ്ധതികളുടെ മേൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. ഇന്ന് പകൽവേള തീരുമാനമെടുക്കാം. ഞാൻ സുബോധമുള്ളവനായിരിക്കും, ഞാൻ സുബോധമുള്ളവളായിരിക്കും. സ്തോത്ര, ശത്രു കള വിതറാതെ വണ്ണം നല്ല വിത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം കളയും വിതച്ച്, കള ഏതെന്നോ നല്ല വിത്ത് ഏതെന്നോ നല്ല ഞാറേതെന്നോ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അത് സ്തോത്രം വളർന്നു വരുമ്പോൾ അതെൻ്റെ നന്മയെ മുടക്കിക്കളയും, എൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയും, എൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയും. ഈ ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാകാതിരിപ്പാൻ ഏതു നേരത്തും ഉണർന്നിരിപ്പാൻ, ഏതു നേരത്തും സുബോധമുള്ളവരായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ തലകൾ ഒരു നിമിഷം ദൈവത്തിൽ മടക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവ്, ഈ ദിവസങ്ങൾ ഒരു പുതിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ, ശത്രു അപഹരിച്ചു കൊണ്ടുപോകാതെ, എൻ്റെ ആരോഗ്യത്തെ കവർന്നു കളയാതെ, എൻ്റെ സമാധാനത്തെ കവർന്നു കളയാതെ, സ്തോത്രം, എൻ്റെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി കളയാതെ, എൻ്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ, വചനത്തോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെടുത്തി കളയാതെ, സ്തോത്രം, നല്ല വിത്തായി വളർന്നു വരുവാൻ, നല്ല ഞാറായി വളർന്നു വരുവാൻ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം ഉണ്ടാകത്തക്കവണ്ണം ഇന്ന് പകൽവേള എൻ്റെ മേൽ കൃപ പകരണമേ, എൻ്റെ മേൽ ശക്തി പകരണമേ എന്ന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ഓർക്കുവാനിടയാകട്ടെ. ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം, അല്ല, പിശാചിൻ്റെ തലയെ ക്രൂശിമേൽ തകർത്ത ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ, ഹല്ലേലൂയ, യാഗമായി തീർന്ന നമ്മുടെ കർത്താവിലേക്ക് നമുക്കൊന്ന് കണ്ണുകൾ ഉയർത്താം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളെ നമുക്കൊന്ന് ഓർക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കൈകാലുകൾ ആണികൾ തറയ്ക്കപ്പെട്ടു, വിലാപ്പുറം ഹല്ലേലൂയ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടു, തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കപ്പെട്ടു. ആരും സഹായിപ്പാനില്ല, ആശ്വാസം പറയാനില്ല. എല്ലാവരും വിട്ടുപോയി, എല്ലാവരും വിട്ടുപോയി. ഏകനായി ക്രൂശിൽ മേലായിരിക്കണം.